ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായന ഭാഗം ഹോശേയ പ്രവചനം 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് നയിൻ എന്ന പട്ടണത്തിലെ വിധവയായ സ്ത്രീയുടെ മകനെ യേശു കർത്താവ് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന സംഭവം. ദുരന്തം സംഭവിച്ചവരോടുള്ള യേശുവിൻ്റെ സഹതാപം മാത്രമല്ല ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് സ്ത്രീകളോടും വിധവകളോടുമുള്ള യേശു കർത്താവിൻ്റെ കരുതലും പരിഗണനയുമാണ്. യേശുവിനോടൊപ്പം വന്ന പുരുഷാരത്തെ കൂടാതെ മൃതശരീരത്തിനൊപ്പം വന്ന ഒരു കൂട്ടം പുരുഷാരത്തിൻ്റെയും കൂടെ മധ്യത്തിലാണ് യേശു കർത്താവ് ഈ അത്ഭുതം ചെയ്യുന്നത്. ഇവിടെ യേശു എങ്ങനെയാണ് തൻ്റെ ജനത്തെ സന്ദർശിച്ചതെന്നും ഒരു വലിയ പ്രവാചകനായതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശവത്തെ തൊട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുതെന്ന നിയമം ലംഘിച്ചുകൊണ്ട് തൻ്റെ പ്രവാചകത്വം യേശു കർത്താവ് ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവാചകനെ അഥവാ ക്രിസ്തുവിനെ കണ്ടതിലൂടെ ആ മാതാവിനുണ്ടായ വലിയ മാറ്റങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് പ്രത്യാശയുള്ളവളായിട്ട് തീരുന്നു. ആശയേറ്റ മാതാവിനെ പ്രത്യാശയുള്ളവളാക്കുവാൻ യേശു കർത്താവിന് സാധിച്ചു. അപരിചിതയായ ആ മാതാവിനൊപ്പം തൻ്റെ മകൻ്റെ കുഴിമാടം വരെ തനിക്ക് ആശ്രയമായി വരും എന്നതായിരുന്നിരിക്കാം ആ മാതാവ് വിചാരിച്ചത്. എന്നാൽ ഇവിടെ വിധവ എന്നത് യാതൊരു സുരക്ഷിതത്വമില്ലാത്തവൾ അഥവാ ആരോരുമില്ലാത്തവൾ ആണ്. ആ മാതാവിന് എല്ലാമായി തീരുന്ന ഒരു യേശു കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതിനുവേണ്ടിയായിരിക്കാം യേശു അതുവരെ പോയിട്ടില്ലാത്ത പട്ടണത്തിലേക്ക് അന്ന് കടന്നു ചെല്ലുന്നത്. മരണതുല്യമായ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് ഭാരപ്പെടുന്നവർ ആരിലാണ് ആശ്രയം കണ്ടെത്തേണ്ടത്? പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് അത് അഭിമുഖീകരിക്കുവാനുള്ള ദൈവകൃപ ആവശ്യമാണ്. മാത്രമല്ല, ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർക്ക് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതും ആവശ്യമാണ്. ആ ശുശ്രൂഷയാണ് യേശു കർത്താവ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ദൈവമക്കളും ഈ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാക്കുകളിലൂടെ ഇടപെടലിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യാശ പകരാം. മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് ആർദ്രതയുള്ളവരായി തീരാം. രണ്ടാമതായിട്ട് ജീവദാതാവിനെ തിരിച്ചറിയുന്നു. ആർദ്രവാനായ കരുണാമയനായ ജീവദാതാവിനെ തിരിച്ചറിയുവാൻ ആ വിധവയ്ക്കും അവിടെ കൂടി നിന്നവർക്കും സാധിക്കുന്നു. ആ മാതാവിനോട് കരയേണ്ട എന്ന് യേശു കർത്താവ് ഇവിടെ പറയുന്നു. ഇത്തരത്തിൽ ഒറ്റപ്പെടലും ദുഃഖവും തിരസ്കരണവും ജീവിതത്തിൽ അനുഭവിക്കുന്നവരോട് യേശു കർത്താവ് ഇന്ന് ആവർത്തിച്ചു പറയുന്നു, കരയേണ്ട. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ മരണം പരാജയമാണ്. അവൻ മരണത്തെ തോൽപ്പിച്ചവനാണ്. അതിനാൽ ജീവന്റെ ഉടയവനും ജീവദാതാവുമാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അവൻ്റെ വേദനയിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ക്രിസ്തുവിന് സാധിക്കും. ആ വിധവയുടെ വേദന അറിഞ്ഞ ദൈവം, അവരുടെ മകനെ തൊട്ട് ഉയർപ്പിച്ച ദൈവം, ആ ദൈവത്തെ നമ്മുടെ വേദനകൾ, നമ്മുടെ മുറിവുകൾ സ്പർശിക്കുവാൻ നാം ഇന്ന് അനുവദിക്കുമോ? സുഖ ദുഃഖ സമ്മിശ്രമായ നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ ജീവദാതാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ, സന്തോഷങ്ങളിൽ നിന്നിൽ അഭയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.